ഹായ് ഫ്രണ്ട്സ്, കേറ്റഡ് കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിലെ കെമിസ്ട്രിയിലെ ക്ലാസ്സസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തേത് പാർട്ട് 2 ക്ലാസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്ട് 1 ക്ലാസ്സിൽ കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കെമിക്കൽ റിയാക്ഷനിലെ 4 മെയിൻ റിയാക്ഷൻസ് പഠിച്ചിരുന്നു. അതിൽ നമ്മൾ ലാസ്റ്റ് പഠിച്ചു നിർത്തിയൊരു റിയാക്ഷനായിരുന്നു ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷനെ കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് നിർത്തിയ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ്റെ ഇക്വേഷൻ തന്നെ ഒന്നുകൂടെ എടുത്ത് എഴുതിയിരിക്കുകയാണ്. ആ ഇക്വേഷൻ ഒന്നുകൂടെ നമുക്ക് നോക്കാം. Na2SO4 പ്ലസ് BaCl2 ഗീവ്സ് BaSO4 പ്ലസ് 2NaCl. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന 2 പ്രോഡക്ട്സ് ആണ് ബേരിയം സൾഫേറ്റും സോഡിയം ക്ലോറൈഡും. ഇതിൽ ബേരിയം സൾഫേറ്റ് ഇൻസോലുബിൾ ആയിട്ടുള്ള ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പ്രസിപ്പിറ്റേറ്റ് ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഫോം ചെയ്തുവെങ്കിൽ അത്തരം റിയാക്ഷനെ നമുക്ക് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ എന്ന് പറയാം. ഓക്കെ, നമുക്ക് ഡെഫിനിഷനിലേക്ക് നോക്കാം. എനി റിയാക്ഷൻ ദാറ്റ് പ്രൊഡ്യൂസസ് എ പ്രസിപ്പിറ്റേറ്റ് ഇസ് കോൾഡ് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ. ഏതെങ്കിലും ഒരു റിയാക്ഷനിൽ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുകയാണെങ്കിൽ അത്തരം റിയാക്ഷനെ നമുക്ക് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ എന്ന് പറയാം. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഫസ്റ്റ് നമുക്ക് ഒരു ഇക്വേഷൻ നോക്കാം. ഇതാണ് ഇക്വേഷൻ. കോപ്പർ ഓക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ ഗീവ്സ് കോപ്പർ പ്ലസ് H2O. ഇവിടെ കോപ്പർ ഓക്സൈഡും ഹൈഡ്രജനുമാണ് റിയാക്റ്റൻസ്. കോപ്പറും H2O വാട്ടർ മോളിക്യൂളാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് ഓക്സിഡേഷൻ, എന്താണ് റിഡക്ഷൻ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഈ ഒരു റിയാക്ഷനെ നമുക്ക് നോക്കിയാൽ കാണാം. കോപ്പർ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്താണ് ഈ റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ കാണപ്പെട്ടത്. എന്നാൽ അത് പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ വന്നപ്പോൾ കോപ്പർ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിരുന്നത് ഓക്സിജൻ മാറി ആര് മാത്രമേ ഉള്ളൂ? കോപ്പർ മാത്രമേ റൈറ്റ് സൈഡിലുള്ളൂ. അതുപോലെ ഹൈഡ്രജൻ്റെ കേസിൽ ലെഫ്റ്റ് സൈഡിൽ റിയാക്റ്റൻറ്റ് സൈഡിൽ H2 മാത്രമായിരുന്നു. എന്നാൽ പ്രൊഡക്റ്റ് സൈഡിലേക്ക് വന്നപ്പോൾ H2 ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് വാട്ടർ മോളിക്യൂളായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് കോപ്പർ ഓക്സൈഡിൽ നിന്നും റൈറ്റ് സൈഡിലേക്ക് വന്നപ്പോൾ ഓക്സിജൻ റിമൂവ് ചെയ്തു അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് പറയാം. എന്നാൽ ഹൈഡ്രജൻ്റെ കേസിൽ ഹൈഡ്രജൻ റിയാക്റ്റൻറ്റ് സൈഡിൽ നിന്നും പ്രൊഡക്റ്റ് സൈഡിലേക്ക് വന്നപ്പോൾ ഒരു ഓക്സിജനെ സ്വീകരിച്ചു അല്ലെങ്കിൽ ഗെയിൻ ചെയ്തു എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ഡെഫിനിഷനിലേക്ക് നോക്കാം. ഫസ്റ്റ് ഡെഫിനിഷൻ ഇങ്ങനെയാണ്. ഇഫ് എ സബ്സ്റ്റൻസ് ഗെയിൻസ് ഓക്സിജൻ, ഗെയിൻസ് സ്വീകരിക്കുക, ഗെയിൻസ് ഓക്സിജൻ ഡ്യൂറിങ് എ റിയാക്ഷൻ, ഇറ്റ് ഈസ് സെഡ് ടു ബി ഓക്സിഡൈസ്ഡ്. ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് ഓക്സിജനെ സ്വീകരിക്കുകയാണെങ്കിൽ അയാളെ നമ്മൾക്ക് ഓക്സിഡൈസ്ഡ് എന്ന് പറയാം. ഇനി ഇഫ് എ സബ്സ്റ്റൻസ് ലോസസ് ഓക്സിജൻ ഡ്യൂറിങ് എ റിയാക്ഷൻ, ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് ഓക്സിജനെ നഷ്ടപ്പെടുകയാണെങ്കിൽ ഇറ്റ് ഈസ് സെഡ് ടു ബി റെഡ്യൂസ്ഡ്. നഷ്ടപ്പെട്ടാൽ അയാളെ നമുക്ക് റെഡ്യൂസ്ഡ് എന്ന് പറയാം. എങ്കിൽ ഈ തന്നിരിക്കുന്ന റിയാക്ഷനിൽ ആരാണ് ഓക്സിഡൈസ്ഡ് ആയത്, ആരാണ് റെഡ്യൂസ്ഡ് ആയത് നമുക്ക് നോക്കാം. CuO Cu ആയി മാറി. സോ ഡ്യൂറിങ് ദിസ് റിയാക്ഷൻ കോപ്പർ ഓക്സൈഡ്, അതായത് ഇയാൾ കോപ്പർ ഓക്സൈഡ് ഇസ് ലോസിങ് ഓക്സിജൻ, ഓക്സിജനെ നഷ്ടപ്പെട്ടു കോപ്പറായി മാറിയില്ലേ, ലോസിങ് ഓക്സിജൻ ആൻഡ് ഇസ് കോൾഡ് റെഡ്യൂസ്ഡ്. അയാൾക്ക് ഓക്സിജനെ നഷ്ടപ്പെട്ടു. ലോസസ് ഓക്സിജൻ ഡ്യൂറിങ് എ റിയാക്ഷൻ ഈസ് റെഡ്യൂസ്ഡ്. സോ കോപ്പർ ഓക്സൈഡ് ഓക്സിജനെ നഷ്ടപ്പെട്ടിട്ടാണ് കോപ്പറായി മാറിയെങ്കിൽ അയാൾ അവിടെ റെഡ്യൂസ്ഡ് ആയെന്ന് പറയാം. എന്നാൽ ഹൈഡ്രജൻ്റെ കേസിൽ എങ്ങനെയാണ്? ഹൈഡ്രജൻ ഓക്സിജനെ ഗെയിൻ ചെയ്യുകയാണ് ഉണ്ടായത്. ഗെയിൻ ഓക്സിജൻ ഈസ് കോൾഡ് ഓക്സിഡൈസ്ഡ്. ഓക്സിജനെ ഗെയിൻ ചെയ്തുവെങ്കിൽ ഓക്സിഡൈസ്ഡ് എന്ന് പറയാം. സോ ഹൈഡ്രജൻ ഇസ് ഗെയിനിങ് ഓക്സിജൻ ആൻഡ് ഇസ് ബീങ് ഓക്സിഡൈസ്ഡ്. അപ്പോൾ ഒരു റിയാക്ഷൻ തന്നിട്ട് അതിൽ ആരാണ് റെഡ്യൂസ്ഡ്, ആരാണ് ഓക്സിഡൈസ്ഡ് എന്ന പ്രീവിയസ് ഇയറുകളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നന്നായിട്ട് പഠിച്ചു പോവുക. ഓക്കെ, നമുക്കൊരു ഡെഫിനിഷൻ പറയാം. വൺ റിയാക്റ്റൻ ഗെറ്റ്സ് ഓക്സിഡൈസ്ഡ്, ഒരാൾ ഓക്സിഡൈസ്ഡ് ചെയ്യപ്പെട്ടു, വൈൽ ദ അതർ ഗെറ്റ്സ് റെഡ്യൂസ്ഡ്. നമ്മളിപ്പോൾ കണ്ട റിയാക്ഷനിൽ
ഒരാൾ ഓക്സിഡൈസ്ഡും ചെയ്യപ്പെട്ടു, മറ്റേ ആൾ റെഡ്യൂസ്ഡും ചെയ്യപ്പെട്ടു. അത്തരത്തിലുള്ള റിയാക്ഷനെ നമുക്ക് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ എന്നോ റിഡോക്സ്, റിഡക്ഷനും ഓക്സിഡേഷനും ഒരുമിച്ച് നടക്കുന്നതുകൊണ്ട് റിഡോക്സ് റിയാക്ഷൻ എന്നോ പറയാം. ഒന്നുകൂടെ പറയാണ്, ഏതെങ്കിലും ഒരു റിയാക്ഷനിൽ, ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഒരാൾ ഓക്സിഡൈസ് ചെയ്യപ്പെടുകയും മറ്റൊരാൾ റെഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്താൽ അത്തരം റിയാക്ഷനെ റിഡോക്സ് റിയാക്ഷൻ, റിഡക്ഷനും ഓക്സിഡേഷനും ഒരുപോലെ നടക്കുന്നതിനാൽ റിഡോക്സ് റിയാക്ഷൻ എന്നോ അല്ലെങ്കിൽ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ എന്നോ പറയാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പോർഷൻ ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ പഠിക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.